ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അടിപൊളി വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് കമന്റ് ഇടാൻ മറക്കരുത്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ഇടുക. കമന്റ് എന്തായാലും നമ്മൾ സ്വീകരിക്കുന്നതായിരിക്കും. അപ്പോൾ പിന്നെ ഒരു കാര്യം കൂടി പറയാൻ മറന്നുപോയി, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തു, ഒരു കുഴപ്പവുമില്ല. അപ്പോൾ നമുക്ക് സമയം കളയണ്ട, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പം ഇന്ന് നമ്മൾ ഒരു തീറ്റ മത്സരവുമായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. മത്സരമൊന്നും അല്ല, നമ്മുടെ ഇന്നത്തെ സപ്പർ. അപ്പൊ ഇന്നൊരു സ്പെഷ്യലാണ് നമ്മുടെ സപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മളെല്ലാ സംഭവങ്ങളെല്ലാം നമ്മുടെ അത്താഴത്തിനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സപ്പർ അല്ല, അത്താഴം. ഓക്കെ. അപ്പൊ സാറിന് അറിയായിരുന്നു, എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പൊ സാർ പറഞ്ഞു തന്നതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ഒന്ന് ആവർത്തിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. നിനക്ക് വല്ലതും പറയാനുണ്ടോ? ഇല്ല. എന്നാ പിന്നെ നമുക്ക് ആ ഒരു തീറ്റ മത്സരത്തിലോട്ട് പോകാം. കമോൺ. അതിന് നമ്മള് ചക്ക പെട്ടെന്ന് പോയി ചക്ക അവിച്ചെടുക്കണം. ചക്കപ്പുഴുന്ന പോകണം. പിന്നെ ചക്കയുടെ കുരു ഒക്കെ നമ്മൾ റെഡിയാക്കി എടുക്കണം. പിന്നെ നമുക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പോവാം, നേരെ അടുക്കളയിലേക്ക് പോകാം. അപ്പൊ നമ്മളിവിടെ ചക്ക അവിച്ച് തിന്നാനായിട്ട് പോവാണ്. അപ്പൊ ഇന്ന് ചക്കയും കുറച്ച് ചക്കക്കുരുവും എല്ലാം കൂടി അവിച്ച് നമ്മൾ ഇന്ന് തിന്നാൻ പോവുകയാണ്. സ്പെഷ്യൽ ചക്കയാണ്. അതിലൊരു ചവണി ഇരിക്കും. അപ്പൊ ഇങ്ങനെ തല്ലി പോകുന്ന ചക്കയിലേക്ക് ഒരു ചവണി വെക്കാൻ കൊള്ളത്തില്ല. അതുകൊണ്ട് നമ്മള് നമ്മുടെ കൂട്ടാൻ വെക്കാനായിട്ട് എടുത്തതാണ്. അപ്പോൾ ഇതില് നമ്മളെ ചക്കയോടൊപ്പം ഞാൻ ഒരല്പം ചക്കക്കുരു കൂടി ടേസ്റ്റി ആയിട്ടുള്ള ചക്കയാണ് കേട്ടോ. അപ്പോൾ അവിക്കാൻ നല്ല സൂപ്പർ ആണ്. അപ്പോൾ നമ്മൾ കുറച്ച് അവിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ചക്ക അവിക്കാൻ വെക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഫ്രഷ് ആയിട്ടുള്ള ചക്ക. ഇത് കണ്ടോ, ഈ ചക്കയിൽ നമ്മൾ ആദ്യം കുറച്ച് കുരു വെച്ചിട്ട് നമ്മൾ ഭയങ്കര രസം വേവിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങനെ വേവിക്കുന്നില്ല. കുക്കറിലാണെങ്കിൽ ഒരു 2 വിസില് ഒരു പിടിച്ചൊക്കെ ഇരിക്കുന്ന അത് ആ ഒരു ഇതില് വേവിക്കും. അപ്പോഴത് ഒരു അരഭാഗം നമ്മള് ചക്ക അതിലിട്ട് കൊടുക്കുന്നത്. അപ്പൊ നമ്മളിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഈ കുക്കറിലേക്ക് നമ്മൾ ഈ ചക്കക്കുരു നമുക്ക് ആവശ്യത്തിനുള്ള ചക്കക്കുരു കൊടുക്കുക. ചക്കക്കുരു ഇഷ്ടമുള്ളവരാണെങ്കിൽ അതനുസരിച്ച് ഇതിന്റെ ഇടയിൽ ഇനി ചക്കക്കുരു ഇല്ലാത്തവരാണെങ്കിൽ, വേണ്ടാത്തവരാണ്, കഴിക്കാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ അതങ്ങനെ ചെയ്താൽ മതി കേട്ടോ. പക്ഷെ നമുക്കിവിടെ ചക്കക്കുരു പിന്നെ വല്ലപ്പോഴും, ഇതിപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ചക്കക്കുരു പോലെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇച്ചിരി ചക്കക്കുരു അപ്പോൾ ഇതിന് ഇതിലൊരു ഗ്ലാസ് വെള്ളവും കൂടി വെച്ച് ഒരു 2 ഗ്ലാസ് വെള്ളം നമ്മൾ ഇതിലോട്ട് വെച്ച് കൊടുക്കണം. ചക്കക്കുരു വെന്ത് വരുമ്പോൾ വെള്ളം അല്ലെങ്കിൽ പെട്ടെന്ന് അപ്പോൾ അതിന് നമ്മൾ 2 ഗ്ലാസ് വെച്ചിട്ടുണ്ട്. കാരണം ഇതിൽ തന്നെയാണ് ഈ ഇതിന് കുറച്ച് ഉപ്പ് ചാറും കൂടി വിത്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് 2 വിസിൽ വരുന്നത് വരെ വേവിക്കാം. അപ്പോൾ നമ്മളിവിടെ വിസിൽ വരാൻ വേണ്ടി അടച്ചിട്ടങ്ങ് വേവിക്കുക. ആ സമയത്ത് നമുക്ക് പിന്നെ ബാക്കിയുള്ള ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഈ സമയത്താണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അടുപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചക്കക്കുരു വേണ്ട സമയം അത് മാത്രം മതി. ആ ഒരു വേവട്ടെ. ഇനി നമ്മൾ ബാക്കിയുള്ള പരിപാടി തയ്യാറാക്കാൻ പോവാണ്. സവാളയുടെ 2 സവാള എടുത്തിട്ടുണ്ട്. എന്തിനാണ് നമ്മൾ സവാള, ചെറിയ ഉള്ളി അല്ല കേട്ടോ, ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കുക എനിക്ക് വലിയ. ഇതിലോട്ട് നമ്മൾ പച്ചമുളകും സവാള നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി ഈ സവാള ചെറുതായിട്ട് അരിഞ്ഞ് കഴിച്ച് നന്നായിട്ട് അതിൽ ചേർക്കണം കേട്ടോ. എന്നിട്ട് അതിൽ നമ്മളായ പച്ചമുളകും കൂടി ഇങ്ങനെ കീറി ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി, നന്നായിട്ട് നമ്മൾ കൈ വെച്ച് ഇളക്കാൻ പറ്റുക. കൈ കൊണ്ട് ഞൊടിയാൽ അത് തന്നെയാണ്
ഇളക്കിയിരിക്കണം കേട്ടോ. സ്പൂൺ വെച്ചിട്ട് പാടാണ്. ഞാൻ നല്ല ഫ്രഷ് ആയിട്ട് കഴിച്ചേനെ. ഈ സമയത്താണ് നമ്മുടെ ചക്കക്കുരു അവിടെ നിന്ന് വിളിച്ചത്. 2 പേര് വിളിച്ചു. അപ്പോൾ നമ്മളിതാ ചക്കക്കുരു വെന്ത് പാകമാവാറായി. ഒരു അരഭാഗമാണ് വെന്ത് കേട്ടോ. നല്ല അരപ്പരുവത്തിനിരിക്കുകയാണ്. ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ ആ തൊലിയൊക്കെ ഇങ്ങ് വെളിയിൽ വരും. അപ്പോൾ നമ്മൾ അരഭാഗമാകുമ്പോഴാണ് ഈ ഒരു പിന്നെ ആ സമയത്ത് നമുക്ക് ഇതിൽ കുറച്ച് എണ്ണയും കൂടി വീത്തി കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഈ പണികളൊക്കെ ഇതിൻ്റെ ഇടയിൽ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് അത് നോക്കണം ഇത് നോക്കണം. അപ്പം ഞാൻ എത്തിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഞാനിതെല്ലാം അങ്ങനെ നല്ല വെളിച്ചെണ്ണ ഒരു തുള്ളി കുറച്ച് വേണം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് കണ്ടോ നല്ല ആ ഒരു സൂപ്പർ പരുവത്തിന് നമുക്ക് നമ്മുടെ ഉള്ളിയും അത് എല്ലാം കൂടി ചേർന്ന് നമുക്ക് തിന്നാൻ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുക. ഇത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ചക്കയുടെ കുരു കണ്ട അരഭാഗം. അപ്പോൾ ഈ ഒരു ചക്ക ഇടാൻ പോവുകയാണ്. നമ്മൾ ചക്ക ഈ കുക്കറിലോട്ട് നമ്മൾ ചക്ക ഒരു വിസിൽ മതി. നമ്മുടെ ചക്ക നമ്മൾ വെച്ചിട്ട് ഒരു വിസിൽ വരുമ്പോൾ നമ്മുടെ ചക്കയും ഒരു കുരു അതുപോലെ ചക്കയും ഒക്കെ നന്നായിട്ട് നമുക്ക് കറക്റ്റ് പരുവത്തിന് ഇത് കിട്ടുകയും ചെയ്യും. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകും. ഒരുപാട് പിന്നെ എന്നാൽ വേവാതിരിക്കുകയും ചെയ്യത്തില്ല. അപ്പോൾ ആ കുരുവും നമ്മൾ അടച്ച് കറക്റ്റ് ഒറ്റ വിസിൽ ഞാൻ നിർത്താറുണ്ട്. അപ്പോൾ നമ്മൾ ഈ സമയത്ത് ഇനി നമ്മൾ കുറച്ച് ചമ്മന്തി പരിപാടി കൂടി അരയ്ക്കാൻ പച്ച ചമ്മന്തി, അതായത് വെള്ള കളറുള്ള ചമ്മന്തി. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരല്പം തേങ്ങ എടുത്തിട്ടുണ്ട്. നമുക്ക് ചക്ക തിന്നുന്നതിന് പറ്റാത്ത അവസ്ഥയാണ് പാവപ്പെട്ട സാധാരണക്കാരുടെ അവസ്ഥകൾ നമ്മൾ മനസ്സിലാക്കണം. കാരണം പച്ചമുളക് അപ്പോൾ നമ്മൾ തേങ്ങയും പച്ചമുളകും ചമ്മന്തി അരിഞ്ഞിട്ടതാണ്. അതിൽ നമ്മൾ ഉപ്പും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ ഐറ്റംസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചക്കക്കുരു റെഡിയാക്കിയിരിക്കുന്നത് കണ്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ ചക്ക നമ്മുടെ ചമ്മന്തിയാണിത്. നമ്മൾ വെള്ള ചമ്മന്തി ഇങ്ങനെ ഉണ്ടാക്കി. ഇത് നമ്മുടെ മുളക് ആണ്. ഇനി നമുക്ക് കുറച്ച് അച്ചാറും കൂടി എടുക്കാം. ഇത് കട്ടൻ ചായ ഉണ്ട്. അത്ര അച്ചാറും കൂടി നമ്മളൊരു ഷോക്ക് ഓയിൽ കൂട്ടുന്നതിന് പണിയാവണത്. ഇതാ നമ്മൾ അച്ചാറും കൂടി വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടെ അച്ചാറ് നമ്മുടെ ഐറ്റംസ് എല്ലാം റെഡി ആയിരിക്കും. അപ്പോൾ എല്ലാം റെഡി ആക്കി ഗൈസ്. ഇനി നമുക്ക് ചക്ക തീറ്റൽ മത്സരം, അതുപോലെ ചക്കക്കുരു തീറ്റൽ മത്സരം ഇവിടെ തുടങ്ങാം. അപ്പോൾ ഇവിടെ 2 പേരും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് സംഭവങ്ങൾ? കൊള്ളാലോ അല്ലേ? അതേ ഒരു ഫോഴ്സിൽ കൊള്ളാം. അപ്പോൾ കൊള്ളാലോ. അപ്പോൾ നമ്മൾ ഇവിടെ ചക്ക തീറ്റി മത്സരം ആരംഭിക്കുകയാണ്. അപ്പം നമുക്ക് തുടങ്ങാം ഗൈസ്. ഒന്ന് ചക്ക എടുത്തിട്ട് നമ്മുടെ ചമ്മന്തിയിലോട്ട് ഒന്ന് മുക്കുക, എന്നിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണേ. അപ്പം ഞാൻ നോക്കിയിട്ട് പറയാം ടേസ്റ്റ് ഉണ്ടോ ഇല്ലെന്ന്. കൊള്ളാം ഗൈസ്. അപ്പോൾ നന്നായിട്ടുണ്ട്. കുരുവൊക്കെ സൂക്ഷിച്ച് കഴിക്കണം. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ യുദ്ധം നടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ബോബസ് പാടിനെ പാടില്ല. അടിച്ചിറക്കും. പിന്നെ ഒരു തെക്കും പുകാണോ കാണില്ല. എങ്ങനെയുണ്ട് ചക്ക? കൊള്ളാമോ? തിന്നാം. നമുക്ക് എന്നും ഇങ്ങനെ ചക്ക ഉള്ളപ്പോൾ ചക്ക ആക്കിയാലോ രാത്രിക്ക്? ഒരു നേരം നമുക്ക് ചക്ക കഴിക്കാം. ചക്ക എന്ന് പറഞ്ഞാൽ ഭയങ്കര ആരോഗ്യത്തിന് സൂപ്പറാണ്. ചക്കയുടെ വിശേഷങ്ങൾ എന്തൊക്കെ അറിയാവോ? എന്താണ്? ക്യാൻസറിനെയൊക്കെ പ്രതിരോധിക്കുന്ന സംഭവമാണ് ചക്ക. ഇവിടെയാണോ സൂപ്പർ? അപ്പം നമ്മൾ കുരു ഇങ്ങനെ എടുക്കണം. കുരു ഇങ്ങനെ എടുത്തിട്ടാ ഇങ്ങനെ കടിച്ച് ഇങ്ങനെ തൊലിക്കണം. തൊലിയൊന്നും അവിടെ ഇടണ്ട. അപ്പം നമ്മളിങ്ങനെ തൊലിച്ചിട്ട് അതാ അപ്പം നമ്മളൊന്ന് തൊലിച്ചിട്ടാ നല്ല മധുരമുള്ള ചക്കക്കുരു.
അല്ലേ കൊള്ളൂല്ലേ? അച്ചാർ ഇങ്ങനെ എടുക്കണം. അച്ചാറിന് മുക്കാണ് സൂപ്പർ. അച്ചാറുണ്ട്, അച്ചാർ പണ്ട് അച്ചാറിലാണ്ട് ഇങ്ങനെ മുക്കിയിട്ട്. പണ്ട് നമ്മളെ അമ്മ ഉള്ളപ്പോൾ നമുക്കിതുപോലെ പിന്നെ ചക്ക അവിച്ചിട്ട് ചക്കയുടെ കൂടെ കുരുവും കൂടി ഇടും. അപ്പോൾ കുറച്ച് കുരു ഇടുള്ളൂ. അപ്പോൾ ഇത് കുരു ഇടയ്ക്കിടയ്ക്ക് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ കുരു തിന്നാൻ വേണ്ടി മാത്രം ചക്ക തിന്നാൻ ചിന്തിക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന കുരു നുള്ളി പറക്കിയെടുക്കും. അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ അടിച്ചു മാറ്റി എടുത്തുകൊണ്ടൊക്കെ പോകും. അങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. ഗൈസ് നിങ്ങൾക്കുള്ള ചക്ക ഇതാ. എല്ലാവരും ചക്ക എടുത്തോളൂ. അപ്പോൾ കുരു വേണമെന്നുള്ളവർക്ക് കുരുവും കൂടി തരാം. നല്ല സൂപ്പറാണ് കേട്ടോ കുരു. കുരു ഇതുണ്ടോ കുരു, ഇതാണ് നമ്മുടെ കുരു. കുരു നല്ല സൂപ്പറാണേ. നല്ല മധുരമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. നന്നായിട്ട് വെന്തു. കാരണം ആ ചക്കയുടെ കൂടെ ഇടുമ്പോൾ നമുക്ക് ആദ്യം നമ്മൾ കുറച്ച് വേവിച്ചിട്ടാണ് നമ്മളിത്. കുറച്ച് ചമ്മന്തി കിട്ടിയ ചക്കയിലകത്ത് നമുക്ക് അച്ചാറിടാം. ഞാൻ ബർഗർ ഉണ്ടാക്കാൻ പോകുന്നു. ഉള്ളി ഇടാം. ഉള്ളി ഇട്ടിട്ട് ചമ്മന്തി നമുക്ക് ബർഗർ ഉണ്ടാക്കാം. ഒരു പിടിയൊക്കെ പിടിക്കണം. ഇത് പിടിക്കുകയാണ്. നമ്മള് ചമ്മന്തി കുറച്ച് വെച്ചിട്ട് നടുക്കോട്ട് ഒരു അച്ചാറിന്റെ മാങ്ങ പീസ് വെക്കണം. എന്നിട്ട് നമ്മള് ഉള്ളി എടുക്കണം. അപ്പൊ കഴിച്ചിട്ട് വരാം. അപ്പൊ നമ്മള് കഴിച്ചിട്ട് വരാം. അപ്പൊ ഗൈസ് ഇതാ ഇവിടെ ചക്കയും കുരുവൊക്കെ തീരാറായിക്കൊണ്ടിരിക്കുകയാണ്. ചക്കയൊക്കെ തീർന്ന് ഗൈസ്. ചക്ക കണ്ടോ? ചക്കയിൽ ഈച്ച മുച്ചുകയാണ് ഗൈസ്. ഈച്ച മുച്ചുന്നത് പോലെയാണ് ഇവിടെ രണ്ടുപേരും കൂടി ചക്കയുടെ അകത്ത് കിടന്ന് പിടിക്കുന്നത്. ഇതാ ഇവിടെ അടിയാവും എന്നുള്ള പല ലക്ഷണങ്ങളുമുണ്ട്. ഇവിടെ ചക്ക കാലിയായിട്ടുണ്ട് ഗൈസ്. ഇതാ ചക്ക തീർന്നു. ഇങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോഴാണ്, ഒറ്റയ്ക്കൊറ്റയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ചക്കയൊക്കെ കഴിക്കാനായിട്ട്. ഇപ്പം കണ്ടോ, നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ ഭയങ്കര ഒരു വൈബാണത്. അപ്പോൾ വാപ്പച്ചി ഇല്ല, വാപ്പച്ചി ഇനി രാത്രിയാവും, രാത്രി ഒരുപാട് സമയമാവും വരുമ്പോൾ. അതുകൊണ്ട് നേരത്തെ നമ്മളങ്ങ് കഴിക്കുകയാണ്. അപ്പോൾ ഗൈസ് നമ്മളിതാ ചക്കയെല്ലാം നുള്ളിപ്പറക്കി കഴിച്ചു. ഇനി ഇതിൽ ചക്കക്കുരു മാത്രമേ ഉള്ളൂ. ഒരു ബോംബ് സ്ഫോടനത്തിൻ്റെ ലക്ഷണങ്ങൾ ഇവിടെയൊക്കെ കാണുന്നുണ്ട്. രണ്ടുപേരും ഭയങ്കര മത്സരമാണ് ഗൈസ്. മത്സരിച്ച് കഴിക്കുകയാണ് കുരു. ഇന്ന് രാത്രി ഇവിടെ ഗൈസ്. അപ്പം ഇവിടെ ചക്കക്കുരു തീറ്റൽ മത്സരം നടക്കുകയാണ്. അപ്പോ നല്ല എരിയുണ്ട് ഗൈസ്. മുളകിന്റെ എരി തെറിച്ചു പോകുന്നുണ്ട്. രാത്രി ഒറ്റയ്ക്ക് ഇറങ്ങാൻ പേടിയുണ്ടോ? അല്ല കുഴപ്പമില്ല. ഇന്ന് പടക്കങ്ങളൊക്കെ കേൾക്കാൻ ചാൻസ് ഉണ്ട്. ചക്കയും ചക്കക്കുരും ഒക്കെ കഴിക്കാനായിട്ട് പണ്ടത്തെ ഒരു തലമുറ ഉണ്ടായിരുന്നു കേട്ടോ. അവർക്ക് ചക്കയും ചക്കക്കുരും അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്നത്തെ നമ്മുടെ മക്കൾക്ക് ചക്ക എന്നൊക്കെ പറയുമ്പം അവർക്ക് അങ്ങനെ അധികം നമ്മൾ ഉണ്ടാക്കി കൊടുക്കാറില്ല എന്നതാണ് സത്യം. പക്ഷേ ഇതൊക്കെ ഒരു വൈബാണ് ഗൈസ്. നമ്മുടെ ആ പണ്ടത്തെ ഒരു ഓർമ്മ കിട്ടണമെങ്കിൽ ഈ വക കാര്യങ്ങൾ നമ്മൾ അവർക്ക് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് കേട്ടോ. ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അതൊരു വല്ലാത്ത കാലഘട്ടമാണ്. ചക്കയും ചക്കക്കുരുവും കൂടി നല്ലപോലെ കഴിക്കുകയാണ് എല്ലാവരും കേട്ടോ. ഇന്ന് മിക്കവാറും ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. ചക്കക്കുരു എന്ന് പറയുമ്പോൾ ഭയങ്കര ഒന്നാമത്തെ കാര്യം ഗ്യാസ് ഉണ്ടാക്കുന്നൊരു സാധനമാണ് കേട്ടോ ചക്കക്കുരു. അപ്പോൾ പിന്നെ ചക്കക്കുരു ധാരാളമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ധാരാളം ഗ്യാസ് വീട്ടിലുണ്ടാകും. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുന്നത് നമുക്ക്
നന്നായിരിക്കും. അപ്പോൾ ഗൈസ് നമ്മുടെ ചക്കക്കുരുവും ഇവിടെ കഴിഞ്ഞ് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചക്കയും ചക്കക്കുരുവും എല്ലാം ഇങ്ങനെ കഴിഞ്ഞു. പക്ഷേ ഇതൊന്നും അറിയാം, നമ്മുടെ കുഞ്ഞൂസ് ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. കുഞ്ഞൂസ് ഇന്ന് നേരത്തെ ഉറക്കമായിപ്പോയി. പക്ഷെ ചക്കയും ചക്കക്കുരു ഒന്നും കുഞ്ഞൂസിന് പോകത്തില്ല. കുഞ്ഞൂസിന് വല്ല മീനിൻ്റെ മണമൊക്കെ അടിച്ചാൽ മാത്രമേ കുഞ്ഞൂസിന് അങ്ങോട്ട് ഇറങ്ങത്തുള്ളൂ. അപ്പം ചക്ക പോലുള്ള സാധനമൊന്നും കുഞ്ഞൂസ് കഴിക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് നമ്മളങ്ങനെ നിർബന്ധിച്ചില്ല. കുഞ്ഞൂസ് അവിടെ കിടന്ന് ഉറങ്ങട്ടെ എന്ന് കരുതിയേ. കുഞ്ഞൂസിന് കൂടുതലായിട്ടും മീൻ പൊരിച്ചതോ അല്ലെങ്കിൽ കൂട്ടാൻ വെച്ചതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ. കുഞ്ഞൂസ് അല്ലാതെ ചോറ് പിന്നെ കഴിക്കണമെങ്കിൽ തന്നെ മീൻ പൊരിച്ചതോ കറി വെച്ചതോ ഒക്കെ കൊടുക്കാറുള്ളൂ. അപ്പോൾ ചക്കയും ചക്കക്കുരും ഒക്കെ പെട്ടെന്ന് കാലിയായി. അപ്പോൾ ഒത്തുപിടിച്ച മലയും പോരുമെന്ന് പറഞ്ഞതുപോലെ ഇനി അടുത്തത് കഞ്ഞി കൊണ്ടുവച്ചിരിക്കുകയാണ് ഗൈസ്. നല്ല പഴത്തിൻ്റെ റൈസിൽ പയറും ഉലുവയും ഒക്കെ ഇട്ട് നല്ല സൂപ്പർ ടേസ്റ്റുള്ള കഞ്ഞിയാണ് കേട്ടോ. കഞ്ഞിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ ഇത് കണ്ടോ, നമ്മൾ മുളകും ഉപ്പും കൂടി ഇട്ടതാണ്. ഇതിങ്ങനെ കടിച്ച് കൂട്ടണം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. അപ്പോൾ ഇവിടെ അച്ചാറുണ്ട്, അച്ചാർ ആവശ്യമുള്ളവർക്ക് എടുത്ത് കൂട്ടാം. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ടുണ്ട്. ഇനി അപ്പോൾ കഞ്ഞി വേണമെന്നുള്ളവർക്ക് കഞ്ഞി അങ്ങോട്ട് കുടിക്കാം. അപ്പോൾ ഇവിടെ കഞ്ഞിക്കുടി മത്സരം ആരംഭിക്കുകയാണ്. അപ്പോൾ എല്ലാ ദിവസവും ഫുഡ് രാത്രി കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കാത്ത എൻ്റെ മോളാണ് ഗൈസ്. ഇപ്പോൾ ഇതാ ആർത്തിയോടെ ആണ് ഫുഡ് കഴിക്കുന്നത്. ചക്കയും കഞ്ഞിയും ഒക്കെ അവർക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ രാത്രി സാധാരണ കാപ്പിയാണ് ഉണ്ടാക്കാറുള്ളത്. ഒന്നുകിൽ ചപ്പാത്തിയോ ദോശയോ അങ്ങനെ എന്തെങ്കിലും പലഹാരമായിരിക്കും ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതൊക്കെയാണ് ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടതെന്ന് ഇപ്പം എനിക്ക് തോന്നുന്നു. കാരണം ഇതിൻ്റെയൊക്കെ ആ ഒരു കഴിക്കാനുള്ള അവരുടെ ആ ഒരു ആഗ്രഹവും ആ ഒരു താല്പര്യവും ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള ഫുഡ് കഴിക്കാനായിട്ട് ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ അത്രത്തോളം അവർ ഈ ഒരു ഫുഡ് നമ്മൾ കൊടുക്കാത്തത് കൊണ്ടാണ് കേട്ടോ. അവർക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടം. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നമ്മളെല്ലാവരും കൂടി ചേർന്നിരിക്കുമ്പോൾ എത്ര കഴിക്കാത്തവരും ഇതൊക്കെ കഴിച്ചു പോകും. അതാണ് ഇതിൻ്റെ ഒരു വൈബ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയും നമ്മൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ ചെയ്യാം. അപ്പോൾ പക്ഷേ എല്ലാവർക്കും നിങ്ങളുടെ ഒരു സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരോട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലിടുക. ഇതൊക്കെയാണ് നമുക്ക് നിങ്ങൾ തരുന്ന ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇതാ കഞ്ഞി കുടിക്കൽ മത്സരം നടക്കുകയാണ്. ആ കഞ്ഞി അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് ഇപ്പോൾ ഒരേ പാത്രത്തിലായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കഴിക്കുന്നത്. ഇനിയിപ്പോൾ സ്പെഷ്യലായിട്ട് നമ്മൾ പാത്രത്തിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരവിടെ ചിക്കിഞ്ഞ് ഇട്ട് കൊടുത്തിട്ട് അങ്ങ് പൊക്കോളും. അപ്പോൾ ഞാനിവിടെ ഉലുവയും പയറും ഒക്കെ ഇട്ടാണ് കഞ്ഞി വെക്കുന്നത്. ഇത് ആ കഞ്ഞി എന്ന് പറയുന്നത് തന്നെ ഒരു നാച്ചുറലായിട്ട് കൂടുതൽ പ്രോട്ടീനും വൈറ്റമിനും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു കഞ്ഞിയാണ്. ഉലുവയും പയറും പിന്നെ പറയണ്ടല്ലോ, പ്രോട്ടീൻ റിച്ച് ആണ് ഗൈസ്. ഇവിടെ തന്നെ എൻ്റെ മോനാണെങ്കിൽ പച്ചമുളക് കടിച്ച് രസിക്കുകയാണ് കേട്ടോ. ഉപ്പും പച്ചമുളകും കൂടെ കൂട്ടിക്കാണ്ട് നമ്മൾ ഇതുപോലെ കഞ്ഞിയൊക്കെ കുടിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ഇത് വെച്ച് കൊടുത്തത് കേട്ടോ. അപ്പോൾ അവർക്കിഷ്ടമായി. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായപ്പോൾ അത് വാപ്പച്ചി കൂടി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വാപ്പച്ചിയെ കൂടി പിടിച്ച് നമ്മൾ വീഡിയോ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു സ്ഫോടനത്തിൻ്റെ രാത്രിയാണ് ഗൈസ്. അപ്പോൾ അവിടെ പല സൗണ്ടുകളൊക്കെ കേൾക്കാം. അപ്പോൾ അതൊന്നും കാര്യമാക്കേണ്ടതില്ല. പേടിയാണെങ്കിലും നമ്മൾ എല്ലാം സഹിക്കുക.